ദൈവം ഇങ്ങനെ നൽകിയ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം എന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഓർക്കണം, ബൈബിളിലെ പ്രവചനങ്ങളിൽ ഭാവികാല സംഭവങ്ങളിൽ അതിപ്രധാനമായ സംഭവങ്ങളാണ് പ്രവചന വിഷയത്തിൽ, പ്രത്യേകിച്ച് എസെക്കിയേൽ 38-39 3 വേദഭാഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ 3 വാക്യങ്ങളും ഭാഗങ്ങളും ആദ്യം ഒന്ന് പറയാം. നിങ്ങൾ തലക്കെട്ടിൽ അതിനെ കുറിച്ചുകൊള്ളുക, നിങ്ങൾ വായിക്കുക. ഞാൻ ഈ പ്രവചന വിഷയങ്ങൾ ധാരാളമായി പഠിക്കുന്ന അല്ലെങ്കിൽ സമയം ചെലവഴിച്ച് ശ്രദ്ധിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിയാണ്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇന്നും ഇരുന്ന് വായിക്കുകയും അതിൽ നിന്ന് അനേക ആശയങ്ങളും അർത്ഥങ്ങളും ദൈവത്തിന്റെ ആലോചനകളും അത് കവർന്നെടുക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നോട്ട് ചെയ്യുക. എസെക്കിയേൽ പ്രവചനം 38-39 ഗോഗ് മാഗോഗ് യുദ്ധം എന്നുള്ള വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. റഷ്യയെക്കുറിച്ച് 2 അധ്യായം അവിടെ ദൈവം എടുത്തുപയോഗിച്ചിരിക്കുകയാണ്. നമ്മളത് ഈ കാലത്തുള്ള ബന്ധത്തിലും ഭാവിയുള്ള ബന്ധത്തിലും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. രണ്ടാമത് ഇതുള്ള ബന്ധത്തിൽ അതിപ്രധാനമായിട്ടിരിക്കുന്ന വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40 തൊട്ട് അവസാനം വരെയുള്ള വാക്യങ്ങൾ. 40-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് ഞാൻ ആ വാക്യം വേണമെന്ന് വായിക്കാം. അതിന്റെ 40-ാം വാക്യം, ദാനിയേൽ 11-ന്റെ 40 തൊട്ട് 45 വരെയുള്ള വാക്യം ഈ വിഷയമാണ് ഓർപ്പിക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം, പിന്നെ അന്ത്യകാലത്ത്. നോക്കുക, ഇൻ ദ ലേറ്റർ ഡേയ്സ്, യേശുക്രിസ്തുവിന്റെ വരവിനോടും അതിനോടനുബന്ധിച്ച് നടക്കുന്ന വസ്തുതകൾക്കാണ് അന്ത്യകാലമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായി പ്രവചന വിഷയത്തിൽ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യുഗത്തിന്റെ അന്ത്യത്തിന്റെ കാലത്ത് സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ്. ഈ തെക്കേ ദേശത്തിലെ രാജാവ് എതിർത്ത് മുട്ടുമ്പോൾ പിന്നെ വായിക്കുന്നു, വടക്കേ ദേശത്തിലെ രാജാവ് ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചെവകരോടും കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. വളരെ കപ്പലുകളോടുകൂടെ എന്ന് രേഖപ്പെടുത്തുന്നു. ഒരു സൈന്യം മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് കപ്പൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് നേവൽ പവർ കാണിക്കുകയാണ്. നമ്മൾ അത് നോട്ട് ചെയ്യണം, നേവൽ പവർ. ഇവിടെ ഇതിന്റെ അവസാനം വരെ 45 വരെ വായിക്കുമ്പോൾ ആ പടയാളികൾ അല്ലെങ്കിൽ റഷ്യയുടെ സൈന്യം, റഷ്യയൊക്കെ ആണോ എന്നുള്ളത് ഞാൻ പിന്നീട് എടുത്തോളാം, പക്ഷെ ഞാനിപ്പോൾ പ്രാരംഭമായത് പറഞ്ഞു പോകട്ടെ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി. റഷ്യ എവിടെ അവസാനിക്കുമെന്ന് ഈ വേദഭാഗത്തിൽ വായിക്കും. ഇനി ഒരു വേദഭാഗം കൂടെ ഉണ്ട്, ഇത് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം. യോവേൽ പ്രവചനം 2-ാം അധ്യായം. യോവേലിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ ശത്രുവിനെ കുറിച്ച് ദൈവം ഒരു പ്രത്യേക പദപ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നോക്കിക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കുന്നു കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. നോക്കുക, ഇവിടെ ഈ വടക്ക് നിന്നുള്ള ശത്രുവിനെ 2 കടലിലിട്ട് കളയും. കിഴക്കേ കടലിൽ ഒരു കൂട്ടർ വീഴും. കിഴക്കേ കടല് ഇസ്രായേലിനോട് ബന്ധത്തിൽ അറേബ്യൻ സീ ആണ്, അറേബ്യൻ സീ. മറ്റൊരു ഭാഗം പടിഞ്ഞാറേ കടലിൽ വീഴും. ഇസ്രായേലിന്റെ പടിഞ്ഞാറേ കടല് മെഡിറ്ററേനിയൻ കടലാണ്. നമുക്കതൊക്കെ വിശദമായി പഠിക്കണമെങ്കിൽ പഠിക്കാം. നോക്കുക, എസെക്കിയേൽ പ്രവചനം 38-39, ദാനിയേലിന്റെ പുസ്തകം 11-ന്റെ 40 തൊട്ട് 45 വരെ, യോവേൽ പ്രവചനം 2-ന്റെ 20. ഇവിടെയെല്ലാം വടക്ക് നിന്നുള്ള ഒരു ശത്രുവിനെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ പ്രാരംഭമായ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം വടക്ക്, കിഴക്ക്, തെക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ലോകത്തിന്റെ കേന്ദ്രമാണെന്ന് ദൈവം കണ്ടുകൊണ്ട. ഇപ്പം തന്നെ എസെക്കിയേൽ 38, ആ 38-ന്റെ 11-ാം വാക്യത്തിന്റെ അവസാനത്തിൽ യഹൂദനോട് പാർക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം, ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ജനം.
മറ്റു വേദഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. യെശയ്യാവ് 19 ഒക്കെ പറയുന്നുണ്ട്. എസെക്കിയേൽ 5-ാം അധ്യായത്തിലൊക്കെ ഇസ്രായേൽ ഭൂമിയുടെ മധ്യഭാഗമാണ്. നോക്കുക, ഇസ്രായേൽ മധ്യഭാഗമാണെങ്കിൽ ദൈവം വടക്കെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ വടക്ക് ഭാഗമാണ്. തെക്കെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ തെക്ക് ഭാഗമാണ്. യുദ്ധം ആരംഭിക്കും? ദാനിയേൽ 11 അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. അന്നേരമാണ് വടക്കേ ദേശത്തിലെ രാജാവ് വലിയ സൈന്യങ്ങളോടുകൂടെ അങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ 3 വേദഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് ദൈവം ഇടയാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും എന്താണെന്നുള്ളൊരു ചോദ്യവും അങ്കുരിക്കും. നമ്മള് പരമപ്രധാനമായി നമ്മുടെ പഠനം ആരംഭിക്കുന്നത് എസെക്കിയേൽ 38-39 അധ്യായത്തെ ആസ്പദമാക്കിയാണ്. എന്നാൽ അവിടേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പ്രാരംഭമായ ഒരു കാര്യം, ഒരു വാക്യം വായിക്കും. എസെക്കിയേൽ 38-ന്റെ 8-ാമത്തെ വാക്യം. അതാണ് കീ വേഴ്സ് ഓഫ് അവർ ബൈബിൾ സ്റ്റഡി. നമ്മുടെ വേദ പഠനത്തിന്റെ കീ എന്ന് പറയുന്നത് 38-ന്റെ 8-ാം വാക്യമാണ്. ആ 38-ന്റെ 8-ാം വാക്യത്തിൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. വളരെ വ്യക്തമായി ഏറിയ നാൾ കഴിയണം, ആഫ്റ്റർ മെനി ഇയേഴ്സ്. അടുത്തായിട്ട് ഇംഗ്ലീഷ് വായിക്കുന്നു, നീ ഒടുക്കം വന്നു ചേരുമെന്ന് മലയാളത്തിലുള്ളത് ഇൻ ദ ലേറ്റർ ഇയേഴ്സ്. ദാനിയേൽ 11-40 നമ്മൾ വായിച്ചു, അന്ത്യകാലത്ത്. ഇവിടെയും വായിക്കുന്നു അന്ത്യകാലത്ത്, ഇൻ ദ ലേറ്റർ ഇയേഴ്സ്. നോക്കുക, ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഏറിയ നാൾ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതാണ് ഈ പ്രവചനം. വളരെ ലളിതമായി ഞാൻ ഓർപ്പിക്കാം, ഏതാണ്ട് BC 600. നമ്മൾ അപ്രോക്സിമേറ്റ്ലി അങ്ങനെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് ഏതാണ്ട് 600 വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് പറയാം. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം ഇത് വെളിപ്പെടുത്തുമ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനകാലം എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചേക്കാം. അത് ഒരു പഠനമായിട്ട് എടുക്കാൻ കഴിയും. എസെക്കിയേൽ പ്രവചനത്തിൽ കാലഘട്ടം രേഖപ്പെടുത്തിയ പോലെ വേറെ ഒരു പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലഘട്ടം രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് എസെക്കിയേൽ പ്രവചനത്തിന്റെ പുസ്തകം. ആ കാലഘട്ടം ആര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ കാലഘട്ടം മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉദാഹരണമായിട്ട് 1-ാം അധ്യായം എന്ന് എടുത്താട്ടെ, 1-ാം വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസത്തിൽ ഇരിക്കുകയായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ നോക്കുക, ഇന്ന രാജാവിന്റെ കാലത്ത് സംഭവിച്ചു, ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നല്ല അനേക റെഫറൻസസ് ഇത് സംഭവിച്ച കാലഘട്ടത്തെ എസെക്കിയേൽ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വേദപണ്ഡിതന്മാർ ആ ഡേറ്റുകൾ വെച്ച് കണക്കുകൾ കൂട്ടി കൃത്യമായി നമുക്ക് ഇതെന്ന് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചു, പക്ഷെ അതൊരു പഠനമായിട്ട് എടുത്തു പോകുന്നില്ല. എസെക്കിയേൽ പ്രവാചകൻ ഏതാണ്ട് 22 വർഷം പ്രവചിച്ചു. എസെക്കിയേൽ പ്രവാചകൻ ഏതാണ്ട് 22 വർഷം പ്രവചിച്ചു. ഞാൻ അതിന്റെ ഡേറ്റ് മാത്രം കുറിച്ചെടുത്തു. എസെക്കിയേൽ പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങുന്നത് BC 593-ലാണ്. BC 593 അദ്ദേഹം BC 571 വരെ പ്രവചിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, താന് പ്രവചനം തുടങ്ങിയ ശേഷമാണ് തന്നെ പിടിച്ചോണ്ട് ബാബയിലേക്ക് പോകുന്നത്. തന്നെ ബാബയിലേക്ക് കൊണ്ടുപോകുന്നത് BC 597. BC 597 താന് യഹൂദയിൽ അവർക്ക് വരുന്ന ന്യായവിധികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് ബാബേലിൽ പോവുകയാണ്. പിന്നെ ബാബേലിൽ കിടന്ന് പ്രവചിക്കുന്നു. 22 വർഷം താൻ പ്രവചിച്ചു. അതാണ് ഞാൻ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞത്. അപ്രോക്സിമേറ്റ് ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷം മുമ്പ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ദിവസം നോക്കിയാൽ ഏതാണ്ട് 2600 വർഷം മുമ്പ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, 2600 വർഷം മുമ്പ്
കാലത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന പ്രവചനം എസെക്കിയേലിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ആർക്ക് പറയാൻ കഴിയും? 2500 വർഷം കഴിയുമ്പോൾ, 2000 വർഷം കഴിയുമ്പോൾ ഇന്ന രാജ്യങ്ങളെ ആക്രമിക്കും. ആ രാജ്യങ്ങളുടെ കൂടെ വരുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇന്ന വ്യക്തികളായിരിക്കും, അവരെ എതിർക്കുന്നവർ ഇന്ന വ്യക്തികളായിരിക്കും. ആർക്ക് പറയാൻ കഴിയും? അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത. നാം ഒരു നിമിഷം ഓർത്തേ, നാം നമ്മുടെ മുട്ടുകളിൽ നിൽക്കും ഇത് മനസ്സിലാക്കുമ്പോൾ. എന്താ കാരണം? ഇന്നേക്ക് 2600 വർഷം മുമ്പ് നോക്കുക, പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ് തന്റെ പുത്രൻ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുന്ന സമയത്തോടും അതിനോടനുബന്ധിച്ചും നടക്കുന്ന പ്രവചന വിഷയത്തിൽ അന്ത്യകാലത്തിൽ ഒരു സംഭവം നടക്കും. യഹൂദനെ റഷ്യയും റഷ്യയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങളും ആക്രമിക്കും. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു റഷ്യയെന്ന്. റഷ്യയാണോ എന്നുള്ളത് ഞാൻ തിരുവനന്തപുരത്തിന് തെളിയിച്ചു തരാം. ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. പക്ഷെങ്കിൽ ദൈവം എന്നെ നടത്തുന്നതനുസരിച്ച് ഈ പ്രവചനത്തിലേക്ക് ഞാൻ പോകാം. എന്നാൽ നമ്മൾ ഓർക്കണം, ഞാനിപ്പോൾ വായിച്ചത് മലയാള ഭാഷാന്തരമാണ്. എൻ്റെ ചുറ്റും പല ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. എനിക്ക് ഒരു ട്രാൻസ്ലേഷൻ മേടിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബൈബിളിന്റെ 26 ട്രാൻസ്ലേഷന്റെ ഒരു ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്. കാനഡയിലൊക്കെ ഉള്ളവര് ഒന്ന് തപ്പണേ. ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടുമെങ്കിൽ എനിക്ക് ഒരെണ്ണം വേണമെന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ്, ഫസ്റ്റ് ഹാൻഡ് മേടിച്ചാൽ ഭയങ്കര വിലയാ. 26 ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. ഞാൻ കേട്ടത് അതൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഈ ബൈബിള് പിന്നെ വലിയൊരു ഒരു ലിവിങ് ബുക്ക് പോലെ അതിന്റെ പല ആശയങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. 26 ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. എൻ്റെ കയ്യിൽ ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ 4 ട്രാൻസ്ലേഷൻ ഒക്കെ ഉള്ളതുണ്ട്, പാരലൽ അതൊക്കെയുണ്ട്. മാത്രമല്ല ഞാൻ കഴിയുന്നതും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മേടിച്ചു വെക്കും. എന്താണെന്ന് ചോദിച്ചാൽ ചില വാക്യങ്ങളുടെ ആശയങ്ങൾ മനസ്സിലാക്കാനാണ്. ഇപ്പൊ നമ്മൾ വായിച്ചു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. 8-ാം വാക്യം, 38:8. ഞാൻ എൻ്റെ കയ്യിലുള്ള ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ നിന്ന് വായിക്കാൻ പോവുക. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിവർത്തനം ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളും ന്യൂ കിങ്സ് ജെയിംസ് വേർഷനുമാണ്. ഇത് രണ്ടും എൻ്റെ അടുക്കൽ തന്നെ വെച്ചിട്ടുണ്ട്, മലയാളം ബൈബിളിനോട് ചേർത്ത്. ഈ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ ഈ 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അപ്പൊ നമുക്ക് ആശയം കുറച്ചുകൂടെ വ്യക്തമാകും. ഈ 38-8 നോക്കി, ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി സമൺഡ്. ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി സമൺഡ്. ദൈവം റഷ്യയോട് പറയുകയാണ്, അനേക നാളുകൾക്ക് ശേഷം നിന്നെ വിളിക്കും. നമ്മൾ കേൾക്കാറുണ്ട്, കോടതിയിൽ നിന്ന് സമൻസ് വന്നു. അതേ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്, സമൻഡ്. സമൻസ് വന്നു എന്ന് പറഞ്ഞ എന്നെ വിളിച്ചെന്ന സമൻഡ്. ഇവിടെ വായിക്കുന്ന യു വിൽ ബി സമൻഡ്. ദൈവത്തിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം റഷ്യയെ വിളിക്കുകയാണ്. ഞാനിതിന്റെ മറുഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കാം. എന്തിനാണ് റഷ്യ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത്? നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായ 1917 ഒക്ടോബറിൽ ദൈവം ഇല്ല എന്ന് ഒഫീഷ്യലി റിനൗൺസ് ചെയ്ത ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ ദൈവം എന്തിനാ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത്? 2-3 വാക്യം ഞാൻ കാണിക്കാം. ഈ 38-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 38-ാം അധ്യായത്തിൽ എന്തിനാണ് വിളിച്ചത്? പല വാക്യങ്ങളിൽ ചിലത് ഞാൻ എടുത്തു കാണിക്കാം. അതിന്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. നീ മേഘം പോലെ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. അതിന്റെ അവസാന ഭാഗം 16. അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന് നേരെ വരുത്തും. യു ആർ ഗോയിങ് ടു ബി സമൺഡ്. നിന്നെ വിളിക്കുകയാണ് ഒരു ശുശ്രൂഷയ്ക്ക്. എന്തിനു വേണ്ടി? അവർ എന്നെ അറിയേണ്ടതിന് നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരുത്തും. ഇനി അതിന്റെ 23-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. 23-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഞാൻ യഹോവയെന്ന് അവരറിയും. വീണ്ടും നോക്കാം, 39-ാം അധ്യായം നോക്കിയാട്ടെ. അതിന്റെ 6-ാം വാക്യം. മാഗോഗിന്റെ തീരപ്രദേശങ്ങളിൽ നിർഭയ വസിക്കുന്നവരുടെയും ഞാൻ തീ അയക്കും. അടുത്ത ഭാഗം, ഞാൻ യഹോവയെന്ന് അവരറിയും.
ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു കാര്യം ഓർക്കുക, ദൈവം യഹൂദനെ ദൈവം യഥാർത്ഥമായി അവന് അറിയുവാൻ ഇടയാക്കി മാറ്റും. ഞാൻ ആ ഭാഗത്തിലേക്ക് പോയാൽ വേറെ ഒരു പ്രസംഗമാകും. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകാതെ ചിലത് ഞാൻ മനഃപ്പാടമാക്കിയത് ഞാനങ്ങ് പറയാം. ഹോശേയ 5:15 കർത്താവ് പറഞ്ഞു, കർത്താവ് പ്രവചനാത്മാവിൽ പറഞ്ഞതാണ്, ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. സ്വന്തത്തിലേക്ക് വന്നു, അവർ കൈക്കൊണ്ടില്ല. കർത്താവ് പ്രവചനാത്മാവിൽ പറയുകയാണ് ഹോശേയ 5:15, ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. എന്നുവരെ ഇരിക്കും എന്ന് പറഞ്ഞു? ഞാൻ മടങ്ങി എൻ്റെ സ്ഥലത്തിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അവൻ എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. കഷ്ടതയിൽ അവൻ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഷ്ടതയിലാണ് അന്വേഷിക്കുന്നത്. ഒരു കാര്യം തീർത്ത് ഞാൻ പറയട്ടെ, ആവർത്തനം 4:30 നിങ്ങൾ വായിക്കുമ്പോൾ, ഡ്യൂട്ടോണമി ചാപ്റ്റർ 4:30, 30 മോശ മൂലം ദൈവം പറഞ്ഞത് ഓർക്കുക. എന്താ ദൈവം പറഞ്ഞത്? ആവർത്തനം 4:30, ഈ ക്ലേശങ്ങളൊക്കെ നിന്റെ മേൽ വരും. ഡിസ്ട്രസ് എന്നാണ് ഇംഗ്ലീഷിൽ, ട്രിബുലേഷൻ എന്ന് ഭാഷാന്തരം ചെയ്യാം. when all this tribulation come upon you, നീ നിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിയും. യഹൂദൻ ഇന്ന് 80% സെക്കുലറാണ്, 50% നിരീശ്വരന്മാരാണ്. അവർക്ക് 20% ഓർത്തഡോക്സ് യഹൂദന്മാരുള്ളൂ. അവർക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ല. യഹൂദനിൽ 1% മറ്റോ രക്ഷിക്കപ്പെട്ടവരുണ്ട്. അവരെ അറിയപ്പെടുന്നത് മഷിഹാനിക് ജൂസ്. ബാക്കിയുള്ളവരൊന്നും കർത്താവിനെ അറിയുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ക്രൂശിക്ക, ഞങ്ങൾക്ക് വേണ്ടിയത് ബറബാസിനെയാണ്. അവരുടെ വായ് കൊണ്ട് അവരെ ഏറ്റുപറയണം. മത്തായി 23 അവസാനത്തെ 38-39 വാക്യം, നിങ്ങളുടെ ഭവനം ശൂന്യമാകും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല. നിങ്ങൾ എന്നെ കാണണോ? ഇത് സംഭവിക്കണം. അവരുടെ കഷ്ടതയിലാണ് അവർ തിരുമുഖത്തേക്ക് നോക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്ന സംഭവം നമ്മൾ കണ്ടോ? റഷ്യയുടെ ആക്രമണം നമ്മൾ പലരും വാർത്തയിലൂടെയൊക്കെ ശ്രദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ, ഞാൻ എടുക്കുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പോള് ഉക്രൈനിലെ കിവി ആക്രമിക്കാനായിട്ട് അവരുടെ സൈന്യവ്യൂഹങ്ങൾ കിടക്കുന്ന വാഹന നിരയെ കുറിച്ച് നമ്മൾ കേട്ടു. ഏതാണ്ട് 64 കിലോമീറ്ററാണ് ടാങ്കുകളും വാഹന വ്യൂഹങ്ങളും കിടക്കുന്നത്. 64 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈന്യത്തിന്റെ ഒരു ചെറിയ അംശമാണത്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഈ രാജ്യം എത്ര സൈനിക ബലമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ആകുന്ന തീരുമാനത്തിലുണ്ട്. ഞാൻ അത് എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇത്ര വലിയൊരു സൈന്യം ഉക്രൈനിൽ ഞാൻ ചിലപ്പോൾ അതങ്ങ് എനിക്ക് കാണാതെ ഞാൻ കണ്ണുമാറ്റും. മനോഹരമായ കെട്ടിടങ്ങളൊക്കെ തകർത്ത് ആളുകളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് ആ രാജ്യം താറുമാറാക്കി തരിപ്പണമാക്കുക. എന്നാല് നോക്കുക, അവിടെ ഉക്രൈനിൽ ഈ പറയുന്ന പോലൊന്നും ആളുകളെ കൊല്ലാൻ കഴിയുന്നില്ല. പക്ഷേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹൂദനിലുള്ള 2/3 കൊല്ലുന്ന ഒരു ദിവസം. 2/3 കൊല്ലപ്പെടും. ഒരു രാജ്യത്തിന് 2/3 ജനങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബൈബിളിലുണ്ടോ? എടുത്ത സഖറിയ പ്രവചനം, ഈ സംഭവങ്ങളാണ് അതിലേക്ക് ആ വസ്തുതകൾ നിവർത്തിക്കപ്പെടുന്നത്. സഖറിയ പ്രവചനം അതിൻ്റെ നമ്മൾ മനസ്സിലാക്കണം, ഇത്ര വലിയ സൈന്യം വന്നാൽ അതിൻ്റെ പ്രവചനം സഖറിയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കിയേ. സഖറിയ പ്രവചനം 13:8, എന്നാൽ സർവദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. മരിക്കുമെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 2/3 പ്രാണനെ വിടും, ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/3 ശേഷിക്കുകയുള്ളൂ. എങ്ങനെയായി മരിക്കുന്നത്? ഉക്രൈനിൽ ഇപ്പോൾ റഷ്യ ആക്രമിക്കുമ്പോൾ ഒരുപാട് മരണമൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ചിന്തിച്ച പോലൊന്നും മരണമില്ല. പക്ഷെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ദിവസം സർവദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, മരിക്കും.
എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? യു വിൽ ബി സമൺഡ്. നിന്നെ വിളിക്കും ഒരു ശുശ്രൂഷയ്ക്കായി. എന്റെ ജനം എന്നെ അറിയണം, ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തണം. ദൈവം ഇപ്പം നോക്കുക, നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഒക്കെ മാറി നിൽക്കുക. അവർക്ക് തൊടാൻ പേടിയാ. ഞാൻ ഒരു കാര്യം പറയാം, യൂറോപ്പിലെ ഏതാണ്ട് 29-30 രാജ്യങ്ങൾ ചേർന്നതാ നാറ്റോ എന്ന് പറഞ്ഞാൽ. ഭയങ്കര പവർഫുൾ ഒരു യൂണിയനാണ് നാറ്റോ. നാറ്റോയിൽ 29-30 രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക മുതലായ ന്യൂക്ലിയർ പവർ നേഷൻസ് തന്നെ ഉണ്ട്. പക്ഷേ അവരെ എന്തുകൊണ്ടാണ് റഷ്യ തൊടാത്തത്? റഷ്യ ഒരു ന്യൂക്ലിയർ പവർ നേഷനാണ്. നിങ്ങൾക്കറിയാമോ, അവരുടെ കയ്യിൽ ഏതാണ്ട് 7600 ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. 7600 ന്യൂക്ലിയർ ആയുധം. പുടിൻ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന പടയാളികളെ അലേർട്ട് ചെയ്യിച്ചു. ഒരു മനുഷ്യനും ഒരു രാജ്യവും അതിനകത്ത് കയറുന്നില്ല. കാരണം പുടിൻ പറഞ്ഞു അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കും. ആരെങ്കിലും ഇതിനകത്തൊന്ന് ഇൻവോൾവ് ചെയ്താൽ കോൺസിക്വൻസ് അനുഭവിക്കും. പേടിച്ചിട്ട് ഒറ്റ ഒരാൾ അവിടോട്ട് കാലുകുത്തുന്നില്ല. അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. കാരണം അത്ര സൈനിക ബലമാണ് ഈ റഷ്യക്കുള്ളത്. ഞാനതിന്റെ കുറെ കാര്യങ്ങൾ പുറകെ എടുക്കാം, പക്ഷേ നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാം. എന്തിനാണ് ഇത്രയും വലിയ ഒരു 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 രാജ്യം? നിങ്ങൾ ഓർക്കണം, ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു രാജ്യമാണ്. ഇസ്രയേലിന്റെ ഏതാണ്ട് 785 ഇരട്ടിയുണ്ട് റഷ്യ. ക്യാൻ യു ഇമാജിൻ? ഇസ്രയേലിന്റെ ഏതാണ്ട് 785 ടൈംസ് ആണ് റഷ്യയുടെ വലുപ്പം. ഇത്ര വലിയ 785 ഇരട്ടി വലുപ്പമുള്ള റഷ്യ എന്തിനാ ഈ കൊച്ചു ഇസ്രയേലിനെ വന്ന് ആക്രമിക്കുന്നത്? അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാനത് എടുത്തോളാം ഈ ക്ലാസ്സിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ, റഷ്യയെ ഇവിടെ വന്ന് ആക്രമിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. അത് ഇസ്രയേൽ ദൈവത്തെ അറിയാനാണ്. എന്നാൽ ഇവിടെ ഈ ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ്, ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സൈന്യമായിട്ടാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാനിത് ധ്യാനിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായി. പ്രവചനത്തിൽ താല്പര്യം തോന്നിയത് 1974 തൊട്ടാണ്, രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട്. അന്ന് തൊട്ട് ഈ പ്രവചനം പരിശോധിക്കുന്ന ഒരു വിദ്യാർത്ഥി. അന്നൊക്കെ എനിക്കിത് ഇത്രയൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെങ്കിൽ കുറേശ്ശെ നോക്കും, അല്പമൊക്കെ മനസ്സിലാക്കും. അങ്ങനെ അന്ന് തൊട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. റഷ്യയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഈ റഷ്യയുടെ പഴയ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ കുറിച്ചു വെച്ചു. ചരിത്രത്തിൽ റഷ്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എ ബാർബേറിയസ് പീപ്പിൾ എന്നാണ്. ഹിസ്റ്ററി, ചരിത്രത്തിൽ റഷ്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പുരാതന ചരിത്രം, എ ബാർബേറിയസ് പീപ്പിൾ ഹു ഡ്വെൽറ്റ് ഇൻ മോഷ്യൻ മൗണ്ടൻസ്. നമുക്ക് മാപ്പ് എടുത്താൽ കാണാം മോഷ്യൻ മൗണ്ടൻസ്. അതിന്റെ അപ്പുറത്ത് ജീവിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയുടെ പ്രദേശം ജീവിക്കുന്ന ഒരു കൂട്ടം ബാർബേറിയൻസ്. നമ്മൾ പൗലോസ് പറയുന്നില്ലേ, ഞാൻ ബർബരന്മാർക്കും ജ്ഞാനികൾക്കും കടക്കാരനാണ്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാസമ്പന്നരൊന്നുമല്ല, വെറുതെ അധകൃതർ എന്ന് പറയുന്ന പോലത്തെ ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളവരായിരുന്നു റഷ്യൻസ്. 18ാം നൂറ്റാണ്ടിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിൽ പീറ്റർ ദ ഗ്രേറ്റ്, അദ്ദേഹം റഷ്യയിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിന് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചത്, he tried to make it as a cohesive people. ഒരു ജനമാക്കി റഷ്യയെ തീർക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ പരിശ്രമം പരാജയപ്പെട്ടു പോയി. 3, റഷ്യയുടെ തൊട്ടുകിടക്ക യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ റഷ്യ എന്നും എത്രയോ ബാക്ക്വേർഡിലാണ്, പുറകിൽ കിടക്കുക. ഒന്നുകൂടെ ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം ഓർപ്പിക്കട്ടെ. 1905
1905 അന്നൊരു യുദ്ധം നടന്നു. റൂസോ ജപ്പാൻ വാർ എന്നാണ് നമ്മൾ പാഠപുസ്തകത്തിൽ കാണുന്നത്. റൂസോ ജപ്പാൻ വാർ. ഈ റൂസോ ജപ്പാൻ വാർ നടന്നപ്പോൾ ഈ കൊച്ചു ജപ്പാൻ റഷ്യയെ തോപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എ ബാർബേറിയസ് പീപ്പിൾ, എ പീപ്പിൾ ഹു ഡിഡ്ന്റ് ഹാവ് എ കോഹസീവ് ആറ്റിറ്റ്യൂഡ്, ഒന്നിച്ചുള്ള ഒരു മനോഭാവമില്ലാത്ത ജനം, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വെച്ച് വളരെ അധകൃതരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 1905 റൂസോ ജപ്പാൻ വാറിൽ ജപ്പാൻ ഈ റഷ്യയെ തോപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്നാൽ ഈ പ്രവചനം നിവർത്തിക്കാൻ എപ്പോഴാണ് കാര്യങ്ങൾ ഒരുങ്ങിയത്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒന്നാം ലോകമഹായുദ്ധമാണ് ഇന്ന് കാണുന്ന റഷ്യയെ പോലെ ആക്കിയത്. എന്താ അങ്ങനെ പറയാൻ കാരണം? പറയാം. 300 വർഷത്തോളം സാർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. സാർ ചക്രവർത്തിമാർ, അവരുടെ ഭരണകൂടം വളരെ അധപ്പതിച്ചു. അവിടുത്തെ ക്രിസ്ത്യ മതം വളരെ അധപ്പതിച്ചു. ഈ മതവും ഈ രാഷ്ട്രീയവും കൂടെ ചേർന്ന് ജനങ്ങളെ മുതലെടുത്ത് പിഴിഞ്ഞെടുത്ത് വളരെ അധപ്പതിച്ചൊരു ഭരണത്തിലേക്ക് പോയപ്പോഴാണ് കാറൽ മാർക്സ് പറഞ്ഞത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം ഏതാണ്ട് ശരിയാണ്. അവിടെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ കറുപ്പടിച്ച് കിടക്കുന്ന പോലെ ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ഒന്നാം ലോകയുദ്ധ കാലത്തിൽ ഒന്നാം ലോകയുദ്ധ കാലം നമുക്കറിയാം 1914 തൊട്ട് 18 വരെയാണ്. ഈ 14 തൊട്ട് 18 വരെ ഒന്നാം ലോകയുദ്ധം നടന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒന്നാം ലോകയുദ്ധം ബൈബിളിൽ രേഖപ്പെടുത്തിയ അന്ത്യകാല സംഭവമാണ്, ആരംഭമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവിടെ വേണേ ഒന്ന് എടുക്കാം. നോക്കുക, ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ മധ്യത്തിൽ 1917 റഷ്യയിൽ ഒരു വിപ്ലവം നടന്നു. അതിന്റെ പേരാണ് ബോൾഷെവിക് റവല്യൂഷൻ. സാർ ചക്രവർത്തിമാരെ മുഴുവൻ കൊന്നു. ചെമ്പട എന്ന് പറയും. ഈ പടയാളികൾ അവിടെ നടന്ന വിപ്ലവത്തിൽ ആ സാർ ചക്രവർത്തിമാരുടെ കുടുംബത്തിൽ ഒരുത്തനും ശേഷിക്കാതെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ഈ വിപ്ലവം നടത്തിയവര് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭരണം ഏറ്റെടുത്തു. അവരൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ കൊണ്ടുവരികയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ വ്യക്തമായ ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വിപ്ലവം നടന്ന് അവരുടെ ജനങ്ങളെ അവരൊത്തിരി കൊന്നുകളഞ്ഞു. അവരുടെ ജനങ്ങളെ ഞാൻ കണക്ക് നോക്കി 1945 ആയപ്പോൾ റഷ്യയിലുള്ള ആളുകളെ തന്നെ ഏതാണ്ട് 30 ദശലക്ഷം 30 മില്യൺ ആളുകളെ കൊന്നുകളഞ്ഞു. റഷ്യക്കാരെ കൊന്നു. അതാണ് വിപ്ലവം. കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസം വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം പടർത്തുക, നക്സലിസത്തിന്റെ ഇത് കൊല്ലുക, അതാണ് നക്സലിസം. കാറൽ മാർക്സ് വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം പടർത്തുവാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. നോക്കുക, ഏതാണ്ട് 45 ആയപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ തന്നെ ആളുകളെ അവരേതാണ്ട് 30 ലക്ഷത്തോളം ആളുകളെ 30 മില്യൺ 30 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 300 ലക്ഷം ആളുകളെ കൊന്നുകളഞ്ഞു. ചിന്തിക്കാൻ കഴിയും. എന്നാൽ ഞാൻ പറയുന്ന ഭാഗം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ഇവിടെ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, റഷ്യയാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തെളിയിക്കാം. ഇപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി സമൺഡ്. ദൈവം വിളിക്കുകയാണ്. എന്തിനു വിളിക്കുന്നു? നീ ഇസ്രായേൽ പർവ്വതത്തിൽ വരും, ഇസ്രായേൽ പർവ്വതങ്ങളിൽ നീ വീഴും, അവിടെ വെച്ച് നിന്നോട് ഞാൻ ഇടപെടും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ലോകത്തിൽ നിന്ന് മടങ്ങി വന്നൊരു രാജ്യമായി പാർക്കുന്ന ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. നോക്കിയേ, 8-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗം, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികൾ ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്ന് ചേരും, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. നമുക്കതിന്റെ വിശദീകരണം വേണ്ട, കാരണം നമുക്കത് മനഃപ്പാഠം പോലെ അറിയാം. 2000 വർഷങ്ങൾ ആളുകളില്ലാതെ കിടന്നു ഇസ്രായേൽ പർവ്വതം. ദൈവം മഴ നിർത്തി, ആളുകളുമില്ല, മഴയുമില്ല.
ആ ഭാഗങ്ങൾ നിരന്തര ശൂന്യമായിരുന്നു. അതിലെ യാത്ര ചെയ്തവർ കുറിച്ചത് ഞാൻ വായിച്ചത് പറഞ്ഞിട്ടുണ്ട്. പെർപ്പച്വൽ ഡെസൊലേഷൻ, 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 പെർപ്പച്വൽ ഡെസൊലേഷൻ. ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ല, പൂർണ്ണ ശൂന്യത. അങ്ങനെ ശൂന്യമായി കിടക്കുന്ന ഒരു പ്രദേശം. തിരുവചനത്തിൽ വായിക്കുന്നു, ഏറിയ നാൾ കഴിയുമ്പോൾ, ആഫ്റ്റർ മെനി ഡേയ്സ്, ഈ ജനങ്ങൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവരും. നമുക്കറിയാം, ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്നവർ 130 രാജ്യത്തുനിന്ന് വന്നതാ. എന്നാൽ ഇസ്രയേൽ എന്നാ വരാൻ തുടങ്ങിയത്? എടുക്കാം. എന്നാണ് ഈ റഷ്യ ഈ വിധത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബാർബേറിയൻസിന്റെ കൂട്ട് യാതൊരു ഐക്യതയില്ലാതെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ കീഴിൽ 300 വർഷം കിടന്ന് ഒരുമാതിരി കിരാതന്മാരെ പോലെ കിടന്ന ഇവരെങ്ങനെയാ ഇന്ന് കാണുന്ന ഇത്ര വലിയ സൈന്യമായി മാറിയത്? 1917 ഫെബ്രുവരി 27-ാം തീയതി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. ഒരു കാര്യം കൂടെ ഇനി ഓർപ്പിക്കട്ടെ, 1917 നവംബർ മാസത്തിൽ നോക്കുക, ഫെബ്രുവരി 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. 1917 ഇസ്രയേലിന് കുടിയേറുവാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തുന്ന ഒരു പ്രഖ്യാപനം, അതിന്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. എന്തിനാ ഇത് രണ്ടും ഒരു സമയത്ത് നടക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഗൗരവമായി ഞാൻ ഓർപ്പിക്കട്ടെ, ഏറിയ നാൾ കഴിയണം, അനേക നാളുകൾ കഴിയണം. 2600 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ പ്രവചനം നിവർത്തിക്കാൻ ഇസ്രായേലിനെ ദൈവം മടക്കിക്കൊണ്ടുവന്നപ്പോൾ ഈ ബാർബേറിയൻസായിട്ട് കിടന്ന റഷ്യക്കാരെ വളരെ ശക്തന്മാരായ ഒരു കൂട്ടം ആളുകളാക്കി തീർക്കുവാൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന് ആ വിധത്തിൽ ആയിത്തീർന്നത് 1917 ശേഷമാണ്. രണ്ടും നടന്നത് ഒരു സമയത്താണ്. വണ്ടർഫുൾ. ഇനിയും കർത്താവ് പറഞ്ഞൊരു വാക്യം എടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് മടങ്ങി വരണം. നിങ്ങൾ മത്തായി 24 എടുത്താട്ടെ. പലരും അത് ആ വിധത്തിൽ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുന്ന വാക്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. മാത്യു ചാപ്റ്റർ 24. നമുക്കറിയാം, ഒലിമല പ്രഭാഷണം. ഞാന് മറ്റൊന്നും പറയാതെ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ ശുശ്രൂഷകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 3 പ്രഭാഷണങ്ങളാണ് പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, മലം പ്രഭാഷണം. അവൻ മത്തായി 5 നമ്മൾ വായിക്കുന്നു, കണ്ടപ്പോൾ മലമേൽ കയറി മൊഴിഞ്ഞ് അവരോട് സംസാരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ. അങ്ങനെ 8 ഭാഗ്യവർണ്ണന പറയുന്നത്. ആ പ്രസംഗത്തിന്റെ പേരാണ് മലം പ്രഭാഷണം. രണ്ടാമത്, ശിഷ്യന്മാരെയും കൊണ്ട് മാളികമുറിയിൽ കയറുന്നു. മത്തായി 13 അധ്യായത്തിൽ നോക്കിയാൽ, യോഹന്നാന്റെ സുവിശേഷം 13 നോക്കിയാൽ, ശിഷ്യന്മാരെ മാളികമുറിയിൽ കൊണ്ടുപോയി അവരുടെ കാലുകൾ കഴുകുന്നു, അവരോട് സംസാരിക്കുന്നു. അതിന് പറയുന്നത് മാളികമുറി പ്രഭാഷണം, അല്ലെങ്കിൽ അപ്പർ റൂം മിനിസ്ട്രി എന്ന്. 3, കർത്താവിന്റെ 2ാം വരവിനുള്ള പറയുന്ന സംഭാഷണമാണ് മാത്യു 24-25. അത് നടന്നത് ഒലിമലയിൽ വെച്ച്. അതുകൊണ്ടാണ് ഒലിമല പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രധാനമായി കാണുന്ന 3 പ്രഭാഷണങ്ങൾ. 1, മലം പ്രഭാഷണം, ഗിരിപ്രഭാഷണം. 2, മാളികമുറി പ്രഭാഷണം. 3, ഒലിമല പ്രഭാഷണം. ഈ 3 പ്രഭാഷണങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് ഊന്നി പറയുന്നത് ഈ 24, 25 രൂപ. ഇനി ഞാൻ പറയുന്ന വാക്യം ഒന്ന് നോക്കണേ. 3-ാമത്തെ വാക്യം. ഞാൻ പറയുന്ന വാക്ക് മാത്രം ഒന്ന് അടയാളപ്പെടുത്താമെങ്കിൽ വേറെ ഒരു അർത്ഥം നിങ്ങൾക്ക് കിട്ടും. എല്ലാം അടയാളപ്പെടുത്തല്ലേ. അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ലോകാവസാനത്തിനും അടയാളം. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ലോകാവസാനത്തിനുള്ള അടയാളം. കർത്താവ് തിരുവാഴ്മൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. 6-ാം വാക്യം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കുന്നത്, എന്നാൽ അത് അവസാനമല്ല. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ.
എന്നാൽ അത് അവസാനമല്ല. മൂന്നാം വാക്യത്തിൽ ലോകാവസാനത്തിന് അടയാളം അവർ ചോദിച്ചു. 6-ാം വാക്യത്തിലെ അവസാനത്തിൽ കർത്താവ് പറയുകയാണ്, എന്നാൽ അത് അവസാനമല്ല. പിന്നെ ഏതാ അവസാനം നോക്കാം. 7-ാം വാക്യം നോക്കട്ടെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തേ. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇനിയും അടുത്തത് 13-ാം വാക്യം. എന്നാൽ അവസാനത്തോട് അകച്ചു നിൽക്കുന്നതും രക്ഷിക്കപ്പെട്ടു. രാജ്യത്തിന്റെ സുവിശേഷം സകലജാതികളും സഖ്യമായി ഭൂമിയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ആ വാക്കടയാളപ്പെടുത്തേക്ക് അപ്പോൾ അവസാനം വരും. 4 ഭാഗങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു. ആ 4 ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? എന്നാൽ അത് അവസാനമല്ല. ഇതൊക്കെ ആരംഭമാണ്. അപ്പോൾ അവസാനം വരും. അവസാനം എപ്പോഴാണെന്ന് കർത്താവ് ചോദിച്ചു. കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തിന്റെ അവസാനം അല്ലെങ്കിൽ യുഗത്തിന്റെ അവസാനം ശിഷ്യന്മാർ ചോദിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നീ വരുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പക്ഷേ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വായിച്ച ഭാഗം ഈ മത്തായി 24 ആയിരിക്കും. അതുപോലെ ഞാൻ വായിച്ചു. എങ്കില് ഇത് വായിക്കുന്ന ആശയമർത്ഥം വരുന്നതായിട്ടും എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം കണ്ടോ? ലോകാവസാനത്തിന് അടയാളം ശിഷ്യന്മാർ ചോദിക്കുകയാണ്. കർത്താവ് പറഞ്ഞ മറുപടി നോക്കിയാട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അത് അവസാനമല്ല. അടുത്തായിട്ട് കർത്താവ് പറഞ്ഞു, രാജ്യം രാജ്യത്തോടും ജാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്. എന്തോ ഒരു തുടക്കം. പിന്നീട് കർത്താവ് പറഞ്ഞു, രാജ്യത്തിന്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചത് അപ്പോസ്തലന്മാരും യോഹന്നാൻ സ്നാപകനും യേശുവും ഒക്കെയാണ്. എന്നാൽ രാജാവിനെ ക്രൂശിച്ചു, രാജ്യം സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് പ്രസംഗിക്കുന്നത് കുറുവയുടെ സുവിശേഷമാണ്. രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കും. എപ്പോഴാ? പീഡന കാലഘട്ടത്തിൽ. അന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അടയാളമായി ഇത് പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനിക്കും. എന്റെ സഹോദരന്മാരെ, ഈ വാക്യത്തിൽ ഈറ്റുനോവെന്ന് ആരംഭിക്കുന്ന കർത്താവ് പറഞ്ഞു. ഈറ്റുനോവെന്ന് പറഞ്ഞ പ്രസവവേദന. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഓർക്കണം, യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഈറ്റുനോവിന്റെ ആരംഭം, കുഞ്ഞു പ്രസവിക്കുന്നതിന്റെ വേദനപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞ വാക്ക് 7-ാം വാക്യം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അതിന്റെ ഇംഗ്ലീഷിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, ഫോർ നേഷൻ വിൽ റൈസ് അഗൈൻസ്റ്റ് നേഷൻ. നേഷൻ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് എതിർപ്പെടും. ആൻഡ് കിങ്ഡം അഗൈൻസ്റ്റ് കിങ്ഡം. ഓൾ ദീസ് ആർ മെറിലി ബിഗിനിങ് ഓഫ് ബർത്ത്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അത് അവസാനമല്ല. പക്ഷേ ഈറ്റുനോവ് കിട്ടുന്ന യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം ആരംഭിക്കും. കിങ്ഡംസ് ചേർന്നൊരു യുദ്ധം നടക്കും. എപ്പോഴാണ് യുദ്ധം നടന്നത്? മാനവരാശി ആദ്യമായി 1914 ജൂലൈ 29 യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു രാജ്യം സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എ നേഷൻ വിൽ റൈസ് അഗെയിൻസ്റ്റ് അനദർ നേഷൻ. ഓസ്ട്രിയയുടെ പക്ഷം ജർമ്മനി വന്നു. ബെൽജിയത്തിലൂടെ ഫ്രാൻസിനെ പിടിച്ച് അടക്കി. ഫ്രാൻസിനെ ആക്രമിക്കുന്നു. ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ സഖ്യകക്ഷികൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്നു. ഏതാണ്ട് 25 രാജ്യങ്ങൾ. അമേരിക്കയുമായി യുദ്ധത്തിൽ വലിച്ചിഴക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, മാനവരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ വിധത്തിൽ ഈറ്റുനോവ് കിട്ടിയ ഒരു യുദ്ധം 14ാം ലോക യുദ്ധമാണ്. 1914 തൊട്ട് 18 വരെ നീണ്ടുനിന്ന 4 വർഷത്തെ യുദ്ധം. ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനിയും അതോട് ചേർന്ന് ചില രാജ്യങ്ങളും. എന്നാൽ ഫ്രാൻസിനെ മോചിപ്പിക്കുന്ന സഖ്യകക്ഷികൾ
ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചേർന്ന് ലോകവ്യാപകമായ ഒരു യുദ്ധം മാനവരാശി ആദ്യമായി കണ്ടപ്പോൾ അതിന്റെ പേരാണ് മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോകയുദ്ധം. ഇവിടെ കർത്താവ് പറഞ്ഞു, ഇവിടെ ഈറ്റുനോവ് ആരംഭിക്കുകയാണ്. 1914 18 ഇടയിൽ 1917 ഒരു സംഭവം നടന്നു. റഷ്യയിൽ വലിയ മാറ്റമുണ്ടായി. സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ച് ബോൾഷെവിക് റെവല്യൂഷൻ അവിടെ ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ അവിടെ വന്നു. 1917 ഫെബ്രുവരിയിൽ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ നടക്കുകയാണ്. അതേസമയം ബ്രിട്ടനിൽ ഒരു പ്രഖ്യാപനം നടക്കുന്നു. ലോകത്തിൽ ചിതറിക്കിടന്ന യഹൂദന് മാതൃരാജ്യം കൊടുക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് അതിന് അനുകൂലമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. 1917 നവംബർ 2 ബ്രിട്ടൻ അലൻബി എന്ന് പറയുന്ന സൈന്യാധിപനെ അങ്ങോട്ട് അയക്കുന്നു. ആ അലൻബി ഡിസംബറിൽ തുർക്കികളുടെ കയ്യിൽ നിന്ന് പലസ്തീന്റെ മണ്ണ് മോചിപ്പിച്ചെടുത്ത് ബ്രിട്ടന്റെ കീഴിൽ കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾക്ക് കുടിയേറുവാൻ അവസരങ്ങൾ കൂടുതൽ ലഭിച്ചു. രണ്ട് കാര്യം ഒരുപോലെ നടക്കുന്നു. 1917 കർത്താവ് പറഞ്ഞു, ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറിയ നാൾ കഴിഞ്ഞു. 2600 വർഷം കഴിയും. 1917 നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഈറ്റുനോവിന്റെ ആരംഭമായി റഷ്യ ദൈവം ഒരുക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ കണ്ടു, they were barbarians. അവർക്ക് ഐക്യതയില്ലായിരുന്നു, യാതൊരു പുരോഗമനമില്ലായിരുന്നു, യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വളരെ പുറകിലായിരുന്നു. അങ്ങനെ കിടന്ന ഈ രാജ്യം ഒരു വലിയ ശക്തിയുള്ള രാജ്യമായി തീരുവാൻ ഇടയായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ ശേഷമാണ്. നിങ്ങൾ ഇനി റഷ്യയുടെ ചരിത്രം ഒന്ന് നോക്കിയേ. ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കഴിഞ്ഞ ശേഷം അമേരിക്കയോട് കിടപിടിക്കുവാൻ അവരുടെ സമ്പൽഘടന മുഴുവൻ ഒരു സൈന്യത്തെ വാർത്തുണ്ടാക്കുവാൻ അവർ ചെലവഴിച്ചു. ആയുധങ്ങൾക്ക് വേണ്ടിയും സൈന്യത്തിന് വേണ്ടിയും പണം ചെലവഴിച്ചു. ആ രാജ്യം 90കളാകുമ്പോൾ സാമ്പത്തികമായി തകരുകയാണ്. കാരണം അവരുടെ എക്കണോമി വേണ്ടവണ്ണം അവർ പ്ലാൻ ചെയ്യാതെ അമേരിക്കയെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ഭയങ്കര ഒരു സൈന്യത്തെ അവർ വാർത്തുണ്ടാക്കി. ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കി, സബ്മറൈൻ ഉണ്ടാക്കി, പ്ലെയിനുകൾ ഉണ്ടാക്കി. അവരുടെ എക്കണോമി മുഴുവൻ ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ചെലവഴിച്ചു. ഇവരൊരു വലിയ സൈന്യമായിരിക്കും. നോക്കിയേ, ഈ പ്രവചനം നിവർത്തിക്കുമ്പോൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. രണ്ട് ഭാഗം നമുക്ക് നോക്കാം. ദാനിയേൽ 11 അതിന്റെ 40-ാം വാക്യം. ദാനിയേൽ 11:40. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോട് കുതിരച്ച വളരെ കപ്പലുകളോടെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് നേവൽ പവർ. കണ്ടില്ലേ, കടലിലൊക്കെ ഇങ്ങനെ ഫ്ലീറ്റ് നിരന്നു കിടക്കുന്നത്, കപ്പലുകളുടെ സമൂഹം കൂടിക്കിടക്കുന്നത്. എങ്ങനെ കിടന്ന റഷ്യയാണ് 1917 വരെ. 2 എസെക്കിയേൽ 38 നോക്കിക്കാട്ടെ. എസെക്കിയേൽ 38 അതിന്റെ 9-ാം വാക്യം. നീ മഴക്കോൾ പോലെ കയറി വരും, മഴക്കോൾ പോലെ. വീണ്ടും നമ്മൾ നോക്കുക, അതിന്റെ 16-ാം വാക്യം. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായി ഇസ്രായേലിന് നേരെ വരും. ഒരു മേഘം പോലെ കവർ ചെയ്യുകയാണ് ഇസ്രായേലിനെ. എയർഫോഴ്സ്, ഭയങ്കര എയർഫോഴ്സ്. ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്, നമുക്കത് നോക്കിയാൽ അറിയാം. മാത്രമല്ല ഇവിടെ നോക്കുക, നമ്മള് അതിന്റെ 15-ാം വാക്യം, 38-15 മഹാസൈന്യമായി. അപ്പൊ 3 കാര്യം എടുത്തു പറയുന്നു. അവരുടെ ആർമിയെ കുറിച്ച് മഹാസൈന്യം, എയർഫോഴ്സ്, മേഘം പോലെ കയറി വരത്തക്കവണ്ണം. 3 വലിയ കപ്പലുകളോടെ, സബ്മറൈനും കപ്പലുകൾ, യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും ഒക്കെ ഉപയോഗിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, 1917 വരെ ഈ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. റഷ്യക്ക് നേവി ഇല്ല, എയർഫോഴ്സ് ഇല്ല, റഷ്യക്ക് ഈ പറയുന്ന വലിയ സൈന്യമൊന്നുമില്ല. എന്നാൽ 1917 കർത്താവ് പറഞ്ഞ വാക്കോർക്കണം. ഈറ്റുനോവ് കിട്ടിയ ശേഷം ഇന്ന് റഷ്യ 70 വർഷം കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതി എന്താ? ലോകത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുന്ന വലിയൊരു സൈന്യമായി അവർ മാറി.
7600 ന്യൂക്ലിയർ ആയുധമുള്ള ഒരു രാജ്യം. അധികം കപ്പലുകളോടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. 1973 യുദ്ധം നടക്കുമ്പോൾ, നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, 73 വാറില് നോക്കുക, യോം കിപ്പോർ വാറില് അന്ന് US നേവിയും റഷ്യൻ നേവിയും കൂടെ മുഖാമുഖമായി വന്നതാ. മുഖാമുഖമായി. അത് കഴിഞ്ഞ് അന്ന് മെഡിറ്ററേനിയൻ കടലില് റഷ്യയുടെ ഏതാണ്ട് 98 കപ്പൽ വന്നു. എവിടെ വന്നത്? ഇസ്രയേലിന്റെ അടുക്കലാ വന്നത്. യോം കിപ്പർ വാറിന്റെ ആ സമയത്ത് 98 റഷ്യൻ നേവൽ ഷിപ്സ് മെഡിറ്ററേനിയൻ കടലിലെത്തി. നിക്സൺ അലേർട്ടഡ് ആക്കി. അമേരിക്കയുടെ 65 കപ്പൽ വന്നു. ഒരു ഫേസ് ടു ഫേസ് കൺഫ്രണ്ടേഷൻ വന്നതാ. ഒരു കാര്യം ഓർത്തേ, തിരുവചനത്തിൽ പറഞ്ഞ പോലെ വലിയ കപ്പലുകൾ വ്യൂഹത്തോടൊത്ത്, ഭയങ്കര നേവി. നമ്മളിപ്പോഴ് യുക്രൈന്റെ യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുക റഷ്യയുടെ അവരുടെ എയർഫോഴ്സിന്റെ അതിന്റെയൊക്കെ ഒരു പാർട്ടേ നമ്മൾ കാണുന്നു. അതുപോലെ അവരുടെ മഹാസൈന്യം. ഞാൻ ഒരു കാര്യം പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുക, വളരെ ഗൗരവമായി ഈ പഠനത്തിന്റെ ആരംഭത്തിൽ നാം ദൈവവചനത്തിൽ കണ്ടതുപോലെ വായിച്ചതുപോലെ ഏറിയ നാൾ കഴിയണം. ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി സമൺഡ്. നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ വിളിക്കും. ആ ശുശ്രൂഷ എന്ന് പറയുന്നത്, നീ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്ന് എന്റെ ജനമായ ഇസ്രയേൽ പാർക്കുന്ന പർവ്വത നിരകളിൽ നീ വരും. അവിടെ ഞാൻ നിന്നോട് ഇടപെട്ട് നിന്നെ അവിടെ നശിപ്പിക്കുമ്പോൾ എന്റെ ജനമായ യഹൂദൻ എന്നെ അറിയാനിടയാക്കി മാറ്റും. അവരുടെ കണ്ണുകൾ തുറക്കും. വളരെ അതിശയകരമായ വിധത്തിൽ ഈ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ നമുക്ക് ആ 38-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. എത്ര വ്യക്തമാണ് ആ വാക്യങ്ങളൊക്കെ എന്നൊന്ന് ആലോചിച്ച്. ഇസ്രയേൽ പർവ്വതങ്ങൾ ശൂന്യമായിരുന്നു. അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ അവര് വാളിന് ശേഷിച്ച ജനം. ഞാൻ ആ വാക്യം 38-ന്റെ 8-9 വാക്യത്തിൽ വളരെ വ്യക്തമായി അവരെ വാളിന് ഒഴിഞ്ഞു പോകുന്ന ജനമെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 32-33 വാക്യം, നിന്നെ ഞാൻ ലോകത്തിൽ ചിതറിക്ക മാത്രമല്ല, നിന്റെ പുറകെ ഒരു വാളൂടെ ഞാൻ ഊരും. ലേവ്യ പുസ്തകം 26-ന്റെ 32-33 ഒരു വാളൂടെ ഊരും. ലേവ്യർ 26 വേണമെങ്കിൽ ഒന്ന് വായിച്ചേക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 32-33 വാക്യം. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതാ നമ്മൾ വായിച്ചത്, ശൂന്യമായി കിടന്നു. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിൽ ഞാൻ നിങ്ങളെ ജാതികളിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായി കിടക്കും. ദൈവം അത് സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. അങ്ങനെ വാളിന് തെറ്റി ശേഷിച്ചൊരു ജനം. എന്നാലോചിച്ച് നോക്കിക്കേ, വാളിന് തെറ്റി ശേഷിച്ചൊരു ജനം. നമ്മള് തിരുവചനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, അവർ വാളിന്റെ വായ്ത്തിലാൽ വീഴും. ലൂക്കോസ് 21-24 വാളിന്റെ വായ്ത്തിലാൽ വീഴും, സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. എന്നാൽ ഒരു കാര്യം കൂടെ പറയാതിരുന്നാൽ ശരിയല്ല. എന്തിനാ ഇവര് വാളിന് വീഴുമെന്ന് കർത്താവ് പറഞ്ഞത്? അതോടെ പറയാതിരുന്നാൽ തെറ്റാ. യെശയ്യാ 1:1 എടുത്തേ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം. കർത്താവിന് ഈ വാക്യം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ വാളിന്റെ വായ്ത്തിലാൽ വീഴും, സകല ജാതികളിലേക്കും ബദ്ധരായി പോകും. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ 1:20 നോക്കാം.
19 വായിക്കാം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന് നന്മ അനുസരിക്കും. മറുത്ത് മത്സരിക്കുന്നെങ്കിലോ നിങ്ങൾ വാളിനിരയായി തരും. യഹോവയുടെ വായ അരുളിച്ചെയ്തു. നിങ്ങൾ മറുത്ത് മത്സരിക്കുകയാണോ, നിങ്ങൾ വാളിനിരയായി മാറും. ഇതാണ് അവരുടെ മറുതലിപ്പ്, അല്ലെങ്കിൽ അവരുടെ റിബലിയന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച ദൈവപുത്രനാണ് താൻ എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടും അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം മറുത്തു നിന്നപ്പോൾ കർത്താവിനറിയാം ഈ മറുതലിപ്പ് അവർ വാളിനിരയായി തീരുവാനിടയായി മാറും. അതുകൊണ്ട് ലൂക്കോസ് 21:24 കർത്താവ് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. ഏറിയ നാൾ അങ്ങനെ കിടക്കും, പരിഹാസികളായി നിന്ദകൾ അനുഭവിച്ച് ലോകത്തിൽ കൂത്തുകാഴ്ചയായി അവർ കിടക്കും. എന്നാൽ നമ്മൾ ഓർത്തതുപോലെ, നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടതുപോലെ വാളിന് ശേഷിച്ച ഒരു ജനം. നമുക്കൊരു വാക്യം കൂടെ യെരമ്യാ പ്രവചനം ഒന്ന് എടുക്കാം. യെരമ്യാ പ്രവചനം അതിന്റെ 31-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 31-ാമത്തെ അധ്യായം, 31-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം കൃപ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. 7-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യാക്കോബിനെ കുറിച്ച് ഘോഷിച്ചുല്ലസിപ്പിൻ, ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവീൻ എന്ന് പറയുന്നു. യഹോവ ഇസ്രായേലിന്റെ ശേഷിച്ചിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറയുവീൻ. നോക്കുക, വാളിന് തെറ്റി ശേഷിച്ച ജനം കൃപ കണ്ടെത്തി. 3:14 നോക്കിയേ. യെരമ്യാ പ്രവചനം 3:14. യെരമ്യാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതിന്റെ ദൈവം പറയുക 14-ാം വാക്യത്തിന്റെ അവസാനം, ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ 60 ലക്ഷം 90 ലക്ഷം യഹൂദനുണ്ടായിരുന്നു യൂറോപ്പിൽ. അത് 30 ലക്ഷമായി മാറി. ദൈവം ഇവിടെ പറഞ്ഞ പോലെ അവരിൽ 2 പേരെ വീതം, അല്ലെങ്കിൽ അവരിൽ ഒരുത്തനെ വംശത്തിൽ പെറുക്കിയെടുത്ത് ഇസ്രയേലിൽ കൊണ്ടുവരികയാണ്. ഞാൻ നിർത്തേണ്ടതായിട്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരോട് ഈ പഠനം നമ്മൾ തുടരും. മേ ബി ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ട് പോയി കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ വേണ്ടി എനിക്ക് ഓടിച്ചു വേണേ എടുക്കാം. പക്ഷെങ്കിൽ നിങ്ങളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ അത് അല്പം ലളിതമായി എടുത്തു. നമ്മൾ ഈ ക്ലാസ് 1-2 ക്ലാസ് കൂടെ, അല്ലെ 2, 3, 4 ക്ലാസ് കൂടെ തുടർന്ന് ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ എങ്ങനെ ഈ ഉക്രൈൻ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ കാണിക്കാം. ഈ പ്രവചനം നിവർത്തിക്കാൻ അത് നീങ്ങുകയാണെന്ന് ഏതാണ്ട് മിക്കവാറും വ്യക്തമായി തീർന്നു എന്നുള്ളത് ഞാൻ തിരുവചനത്തിന്റെ വെളിച്ചത്തിലും സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്നേക്ക് 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വടക്ക് നിന്ന് റഷ്യ വരാൻ തക്കവണ്ണം, റഷ്യ ഒന്നുമില്ലാതെ കിടന്ന രാജ്യത്തെ 1917 ഫെബ്രുവരിയിൽ നടന്ന ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ വലിയൊരു സൈന്യമായി, പറഞ്ഞ പോലെ വലിയ സൈന്യമായി, വലിയ കപ്പൽ സമൂഹമുള്ള ഒരു നേവിയായി, ഒരുപാട് മേഘം പോലെ മൂടത്തക്കവണ്ണമുള്ള ഒരു നേവിയായി അവരെ തീർത്തു. അതേസമയം തന്നെ നിരന്തര പെർപ്പച്വൽ ഡെസലേഷനായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ ജനങ്ങളെ മടക്കി കൊണ്ടുവന്ന് അവരവിടെ വസിക്കുകയാണ്. ഇനി നടക്കേണ്ട വിഷയം ഇതാണ്, ഇസ്രായേൽ ആക്രമിക്കണം. See, things are ready for that. ഇന്നത്തെ ഉക്രൈൻ റഷ്യൻ കോൺഫ്ലിക്റ്റ്, ഈ ഉപരോധവും മറ്റും വന്നിട്ട് ഇതിലേക്ക് നീങ്ങും എന്നുള്ള സൂചന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം വന്നെത്തിയ ദിവസത്തെ വിലയിരുത്തി മനസ്സിലാക്കി ദൈവം നമ്മളോട് സംസാരിച്ച് ജീവിതത്തിൽ ഒരു സമർപ്പണ ജീവിതം നമുക്കുണ്ടാകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. നിങ്ങൾ അടുത്ത ആഴ്ച വരണം, നിങ്ങളുടെ സ്നേഹിതരെ കൂട്ടിക്കൊണ്ട് വരണം. ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിപ്ലവാത്മകമായ രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയാക്കണം. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.